നമ്മളെന്നേ ഒരു വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നു അല്ലേ? നമ്മുടെ സ്വന്തം വണ്ടി. പറഞ്ഞു കൊടുക്കും, വണ്ടീനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മുടെ പുതിയ ATP വാഹനമാണ് ആൽപ്പയുടെ. അപ്പൊ ആൽപ്പയുടെ കൊച്ചുമോനാണ് എടുക്കുന്നത്. പേര് പറ. അവസാൻ. അപ്പൊ അവസാന്റെ ചാനലിൽ ഞാൻ അഭിനയിക്കുകയാണ്. അവസാൻ പറയാറില്ല അല്ലേ? ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ അവസാനം ഒരു യൂട്യൂബറാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ATP ലേറ്റസ്റ്റ് വണ്ടികൾ. നമ്മുടെ എന്ത് കളറൊക്കെയാണ് വന്നേക്കുന്നത്? റെഡും ബ്ലാക്കും കളറിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഇതായിട്ട് അടിപൊളി ഒരു നെയിം ബോർഡ് അല്ലേ? നെയിം ബോർഡിൽ എന്തൊക്കെ വരും? കണ്ണ് വരും, പേര് വരും, എല്ലാം വരും അല്ലേ? പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ വരും എന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാം വരും. അതുപോലെ തന്നെ നമ്മൾ താഴെ യൂബാർ കൊടുത്തിട്ടുണ്ട്. യൂബാറിൽ നല്ല നല്ല ലൈറ്റുകൾ വരും അല്ലേ? നല്ല ലൈറ്റുകൾ വരും. അതുപോലെ നമ്മുടെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. TRDയുടെ ലിപ്പാണ്. താഴെ നമ്മൾ റബ്ബർ ബീഡിങ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വണ്ടി നല്ല ഭംഗിയായി അല്ലേ? നല്ല ഭംഗിയിലാണ് നമ്മുടെ വണ്ടി ഇറങ്ങിയത്. ഇനി നമ്മുടെ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗണ്ട് എങ്ങനെയുണ്ട്? സൗണ്ട് കേട്ടിട്ട് എങ്ങനെയാണ്? ശരിയൊക്കെ അടിച്ച് കഴിഞ്ഞ പോലെയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്കണം. വീടിൻ്റെ സൗണ്ടാണ് വണ്ടിക്ക്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വീഡിയോ എടുക്കാനായിട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ചെവിയിൽ കേൾക്കേണ്ട സാധനം അർമാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വർക്കാണ്. പിന്നെ എന്തൊക്കെ വന്നിട്ടുണ്ട് താഴെ ഫ്ലോറിൽ? എല്ലാ സാധനവും ഉണ്ട്. അതായത് പുതുതായിട്ട് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഞാൻ സൈഡ് കാണിച്ചു തരാം അല്ലേ? റോഡ് സൈഡൊക്കെ കാണിച്ചു കൊടുക്കുവായോ? നമ്മുടെ വണ്ടിയുടെ സൈഡിലേക്ക് ഇതാണ് നമ്മുടെ എഡീഷൻ നെയിം അല്ലേ? റാവുത്തർ എന്നുള്ള എഡീഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. നല്ല വലുതായിട്ടാണ് കൊടുക്കുകയാണ് അല്ലേ? കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടി. എന്താണ് പറഞ്ഞ അഭിപ്രായം? കൊള്ളാന്ന് പറഞ്ഞു അല്ലേ? ഇനി സ്കൂളിൽ പോകണ്ടേ വണ്ടി കൊണ്ട്? സ്കൂളിലെ ടൂർ നമുക്ക് ഈ വണ്ടിയിൽ എടുക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നല്ല ഹൈറ്റാണ്. ഇവനിങ്ങനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇവനെ പോലത്തെ ഒരു 1, 2, 3, 4 വരെ നമുക്ക് ചരിത്രം കൊടുക്കാം അല്ലേ? പിന്നെ അതിൻ്റെ ഗസ്റ്റ് റോളിൽ ഒട്ടകം വന്ന് അല്ലേ? അതിനി വണ്ടിയുടെ അകം നമുക്കൊന്ന് കാണാം. അകമുണ്ടല്ലോ, അകം ഒന്ന് കാണിച്ചാൽ. ഇപ്പോൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അത്തോട്ട് കയറാണെങ്കിൽ കരുതി ഞാൻ പുറകെ കയറാം. നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് കയറാണ്. ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ക്യാബിൻ പറഞ്ഞത്. ക്യാബിൻ നമ്മുടെ പ്രീമിയം ക്യാബിനാണ് അല്ലേ? ക്യാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ സ്വിച്ച് കാണാം അല്ലേ? എന്തൊക്കെ സ്വിച്ചാണ് ഇവിടെ ഉള്ളത്? പറഞ്ഞു കൊടുത്തോ. ക്യാബിന്റെ സ്വിച്ച് ഉണ്ട്, ഫാനിന്റെ ഒക്കെ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ലൈറ്റിന്റെ ഉണ്ട്, ആകാശത്തെ ലൈറ്റിന്റെ ഉണ്ട്, AC-യുടെ ഉണ്ട്, സ്പീക്കറിന്റെ ഉണ്ട്, സ്മോക്കിന്റെ ഉണ്ട്, എല്ലാത്തിൻ്റെയും ലേസറിൻ്റെ ഒക്കെ സ്വിച്ചുകൾ നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് റോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലെ സ്വിച്ചസ് ആണ്. മിക്സർ നമുക്ക് കാണാം. ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ JVC കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ യൂണിറ്റ് മേളിലായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ കോപ്റ്റർ സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കോപ്റ്റർ സ്വിച്ചുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വുഡിൻ്റെ ഫിനിഷാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു പ്രീമിയം സെറ്റപ്പ് കാണുന്ന പോലെ നമുക്കത് മേളിലൊക്കെ നിങ്ങൾ നോക്കി കാണാം. നല്ല രസമായിട്ട് കൊടുത്തത്. എല്ലാത്തിലും നിയോൺ വർക്ക് കൊടുക്കുന്നത് അല്ലേ? ഫുള്ള് ലൈറ്റാന്ന് തോന്നണം അല്ലേ? ഫുള്ള് ലൈറ്റാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തത്. ഇനി അതുപോലെ തന്നെ ക്യാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൃത്തിയാണ്. ഇതുണ്ടല്ലോ അപ്പോൾസറി വർക്ക്. ഇവിടെ നല്ല അടിപൊളി 2 കുഷ്യൻ. പിന്നെ സീറ്റ് നോക്കിയാൽ ഡ്രൈവർ ചേട്ടന് അടിപൊളിയായിട്ട് പോകാനായിട്ട് എയർ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിനും കാര്യങ്ങൾക്ക് ഫുള്ള് അപ്പോൾസറി എടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്യാബിൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ? സൂപ്പർ ക്യാബിനാണ്. സൂപ്പർ ക്യാബിൻ. ഈ ക്യാബിനിലേക്ക് ഇരുന്ന് പോകണ്ടേ നമുക്ക്? എവിടെയാണ് പോകേണ്ടത്? ഫസ്റ്റ് എവിടെയെങ്കിലും പോയാൽ മതി അല്ലേ? ഇപ്പൊ ഇവിടെ ഇരുന്ന് നോക്കുമ്പോ വന്നപ്പോ കുറെ പിള്ളേരൊക്കെ നോക്കണ്ടായല്ലോ. എന്താണ് തോന്നിയതപ്പ? അടിപൊളി വണ്ടിയായിട്ട് തോന്നി. ഉഷാറായിട്ട് സംസാരിക്കും. ബ്ലോഗർന്ന് പറഞ്ഞാൽ ഉഷാറുണ്ടേ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം എല്ലാവരും കാണാനായിട്ട്. നമ്മുടെ വണ്ടിയല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? ഇനി അകം കാണണ്ടേ? അകം ഡോർ വന്നു. അപ്പൊ നമ്മൾ ഡോറാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഡോറ് പൊട്ടി ഫിനിഷാണ്. കയറിക്കോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയാണ് സുഹൃത്തുക്കളെ. അകത്തേക്ക് കയറിയാണെങ്കിൽ നമ്മൾ വരുന്നത് തന്നെ ഗ്ലാസ് ഫ്ലോറിലേക്കാണ്. ഗ്ലാസ് ഫ്ലോർ ഹൈറ്റിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗ്ലാസ് ഫ്ലോർ വെച്ചിട്ടുള്ള ഹൈറ്റ്. ഇപ്പം എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ക്ലിയറൻസ് പറഞ്ഞാൽ ഒരു ചാൻ എന്ന് പറയാം. 2 സൈഡിലായിട്ടും നമ്മളെന്താ പറയുക ലൈറ്റിങ് കൊടുത്താണ്. നല്ല പ്രീമിയം ഫിനിഷ്. വുഡിനകത്ത് ഗോൾഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്താണ് അല്ലേ? നീ പറഞ്ഞു കൊടുത്തോ ലൈറ്റൊക്കെ എന്തൊക്കെ മോഡൽ ലൈറ്റുകൾ അതിനകത്ത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം.
എന്താ കളറുണ്ട് ലേസർ? റെഡ്, ബ്ലൂ, ഗ്രീൻ. 3 ടൈപ്പ് ഓഫ് ലേസറുകളാണ് വന്നത്. ഇവിടെ നമ്മൾ റെഡ് ലേസറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്പീക്കറുകളാണ് അല്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പുറം കൊടുത്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സെറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്പീക്കർ വിത്ത് HF യൂണിറ്റ് ആണ് വന്നേക്കുന്നത്. നമ്മുടെ TV സാധാരണ ഇപ്പോൾ ഉള്ള വണ്ടികളിലൊക്കെ ഈ TV എടുത്ത് മാറ്റില്ലാരും അല്ലേ, സിനിമ കാണാൻ താല്പര്യമില്ല ആൾക്കാർക്ക്. നമ്മൾ TV എടുത്ത് മാറ്റും. പക്ഷേ ഇവിടെ നമ്മൾ TV കൊടുത്തിട്ടുണ്ട്. TVക്ക് ഒരു പ്രത്യേക കവർ കൊടുത്തിട്ടുണ്ട്. ആൽബയുടെ ബാഡ്ജിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ നോക്കൂ, താഴെ എന്താണ് കൊടുത്തത്? ഫ്ലോർ ലൈറ്റ്, അതായത് ഡാൻസ് ഫ്ലോർ, DJ ഡാൻസ് ഫ്ലോർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൂവ്മെന്റിനനുസരിച്ച് ലൈറ്റ് കത്തും, പാട്ട് പാടുന്നതിനനുസരിച്ച് ലൈറ്റ് കത്തും. അങ്ങനത്തെ ഒരു അടിപൊളി DJ ഫ്ലോർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് 2+2 ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക, അവിടെ ഇരുന്ന് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ഇരിക്കുക. നമ്മളിവിടെ സ്വിച്ചിൽ നിൽക്കാം, പുഷ് ബാക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പുറകോട്ട് പോകാം. നല്ല അടിപൊളി യാത്രാസുഖമാണ് അല്ലേ. പുഷ് ബാക്ക് ഞെക്കിയിട്ട് പഞ്ഞില്ല ഗൈസ്. ഇത്തിരി അങ്ങനെ ഞെക്കി പിടിച്ചാൽ മറുതാണ്, നമുക്ക് കോമ്പളാൻ കുടിക്കുന്നില്ല, അതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ എന്തായാലും ഇനി അതുപോലെ തന്നെ ഓരോ സീറ്റിനും എല്ലായിട്ട് ഫാന് ഉണ്ടല്ലോ, ഫാന് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്, റീഡിങ് ലൈറ്റ്, AC വെന്റ് കാര്യങ്ങളെല്ലാം തന്നെ കാണാം. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏറ്റവും പുറകിലോട്ട് നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ സ്പീക്കറിൻ്റെ യൂണിറ്റാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സബൂഫർ തന്നെ, ഫർമാസിൻ്റെ ലേറ്റസ്റ്റ് സബൂഫറാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പ്ഡ് സബൂഫറാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയൊക്കെ ഇങ്ങനെ പറകും അല്ലേ, മാതിരി ഇടിയുള്ള ഒരു വീഡിയോയിലും സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ഫിനിഷ് ഉണ്ടാകും. ആ ഒരു നൈസ് വുഡിൻ്റെ ഫിനിഷ് ഇവിടെ വന്നിട്ടുള്ള തന്നെ ഭയങ്കര എനിക്ക് ഇഷ്ടമായി. ഫുള്ള് അത് തന്നെ ചെയ്തേക്കണേ. ഇവിടെ ഒരു ഡിസ്പ്ലേ പോയിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഐറ്റംസും ഇവിടെ കാണിക്കും അല്ലേ. ഇവിടെയും ഡിസ്പ്ലേ ഉണ്ട് തോന്നല്ലേ. ഇതൊരു കർവ് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, തലയും മുട്ടൂല. ആ ഒരു സ്പേസ് അവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. 2 സൈഡിലായിട്ട് AC ഉണ്ട്, കാര്യങ്ങളെല്ലാം അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ. ഇവിടെയൊക്കെ പൈനിയറിൻ്റെ ചാമ്പ്യൻ സീരീസ് സ്പീക്കേഴ്സാണ് കൊടുത്തുള്ള 2 സൈഡിലായിട്ട്. അപ്പോൾ നീ പറഞ്ഞു കൊടുക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും യാത്ര ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വാഹനമാണ്. ഈ അടുത്ത് നമ്മൾ കണ്ടതിലൊരു കിട്ടില്ല വണ്ടി എന്ന് തന്നെ പറയാം. നല്ല രസമായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയിലാണ് ഈ വണ്ടി ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല രസമായിട്ട് തന്നെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ലേ. അപ്പോൾ എല്ലാവരും വരാൻ പറ, എല്ലാവർക്കും വന്ന് വണ്ടി കാണാൻ പറയും. എല്ലാവരും വന്ന് വണ്ടി കാണുക. നിങ്ങളുടെ ടൂറിനൊക്കെ വിളിക്കുക, ട്രിപ്പിനൊക്കെ വിളിക്കുക. അപ്പൊ വ്ളോഗൊക്കെ കാണാം. എല്ലാരും പറ എന്റെ വ്ളോഗ് കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊളിച്ചേക്കുക. അപ്പൊ എല്ലാ പരിപാടിയും ചെയ്യുക. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഒരു കുട്ടി വ്ളോഗ് അല്ലെ യുവസിന്റെ. അപ്പൊ എന്തായാലും ഇതിലിപ്പോ കൂടുതൽ വിശേഷമൊക്കെ പറഞ്ഞു തന്നത് ഞാനാണ്. അവൻ സൈഡിൽ ഇന്ന് വിശേഷങ്ങൾ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിനും അടിപൊളിയായിട്ട് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് അവൻ പറഞ്ഞില്ലേ. അപ്പൊ എന്തായാലും ഇറ്റ് ഈസ് മീ സൈനിങ് ഓഫ്. പറ, അവിടെ നോക്കി പറയണം. ഇറ്റ് ഈസ് മീ സൈനിങ് ഓഫ്. പേര് പറ. അഹ്സാൻ ആൽബ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.